പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. പാതിവില തട്ടിപ്പ്. നിലമ്പൂർ സ്റ്റേഷനിൽ ഇതിനകം ലഭിച്ചത് 100-ലേറെ പരാതികൾ. തട്ടിപ്പിന്റെ ഏജന്റ് ബിനോയ് പാട്ടത്തിലിനായി അന്വേഷണം ഊർജിതമാക്കി. പാതിവില തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണന്റെ നിലമ്പൂരിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് തട്ടിപ്പിനിരയായവർ പരാതി നൽകിയതോടെ മുങ്ങിയത്. നിലവിൽ ബിനോയ് പാട്ടത്തിലിനെതിരെ 104 പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരാതിയിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ഇതുവരെ ലഭിച്ച പരാതികളിൽ 40 ലക്ഷം രൂപയാണ് ബിനോയ് പാട്ടത്തിൽ പരാതിക്കാരിൽ നിന്നായി തട്ടിയെടുത്തത്. പരാതിക്കാരിൽ നിന്നും ബിനോയ് പാട്ടത്തിൽ നേരിട്ടാണ് പണം വാങ്ങിയത്. അതിനാൽ തന്നെ നിലമ്പൂരിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ ബിനോയ് പാട്ടത്തിലാണ് പ്രതി. പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനാണ് PV അബ്ദുൽ വഹാബ് MP ചെയർമാനായ JSS 40 ലക്ഷം രൂപ നൽകിയത്. JSS ഡയറക്ടർ ഉമ്മർ കോയ അനന്തകൃഷ്ണനെതിരെ നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണനെതിരെ കേസും എടുത്തിട്ടുണ്ട്. MP ചെയർമാനായ JSS പോലും തട്ടിപ്പിലിരയായതും ഈ തട്ടിപ്പിന്റെ ജില്ലയിലെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ്. പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഓരോ പരാതികളിലും പോലീസ് കേസെടുത്തേക്കും. നിലമ്പൂരിൽ തട്ടിപ്പിനിരയായവർക്ക് 3 തരത്തിലാണ് പണം നഷ്ടമായത്. സ്കൂട്ടർ വിലയായ 60,000 രൂപ നൽകുന്നതിനൊപ്പം ബിനോയ് പാട്ടത്തിലിന് കമ്മീഷനായി 3,000 രൂപയും ബിനോയുടെ നേതൃത്വത്തിലുള്ള കാർഷിക സൊസൈറ്റിക്ക് 2,000 രൂപയും അങ്ങനെ 6,500 രൂപ. ഓരോ സ്കൂട്ടറും ലാപ്ടോപ്പുകളും ബുക്ക് ചെയ്യുമ്പോൾ ബിനോയുടെ പോക്കറ്റിലേക്ക് എത്തിയത് കമ്മീഷൻ വകയിലും ഷെയർ ഇനത്തിലുമായി 5,000 രൂപയും വീതമാണ്. പരാതികൾ ലഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബിനോയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലമ്പൂർ മേഖലയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ എത്താനാണ് സാധ്യത. പാതി ലാഭത്തിനായി പോയി മുഴുവൻ നഷ്ടമായ അവസ്ഥയിലാണ് ചിലർ. തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരും കൂലിപ്പണിക്കാരും സ്ത്രീകളുമാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.